കണ്ടോ ഇത്രയും മുങ്ങിയാണ് പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ അൺബോക്സ് അല്ല ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ വർഷം ആദ്യം തന്നെ തുടക്കം തന്നെ വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടിയൊക്കെ പോലെ ഇരിക്കും, താറൊക്കെ പോലെ ഇരിക്കും, പഴയ വണ്ടികളൊക്കെ പോലെ. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല, ജീപ്പിൻ്റെ മഷീഗൺ എന്ന് പറഞ്ഞ ഒരു വേർഷനാണത്. നമ്മുടെ FMSൻ്റെ വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഈ ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. കാരണം FMSൻ്റെ വണ്ടികൾ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. കാരണം ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നടക്കാൻ ഭയങ്കര സുഖമുണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്ത് കുറേയൊക്കെ ഓടിച്ച പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വണ്ടിയൊക്കെ അത്യാവശ്യം വലുതാണ്, 1/10 സ്കെയിലാണ്. അത് ഞങ്ങൾ പുറത്തോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറൊക്കെ കണ്ടോ, നല്ലപോലെ ഓടിച്ച് നല്ലപോലെ അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ മാനുവലും പിന്നെ അതിൻ്റെ ടൂളും കാര്യങ്ങളും അതിൻ്റെ റിമോട്ടും സംഭവങ്ങളൊക്കെയാണ് കൂടെ വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ടയറിൻ്റെ സ്റ്റോക്കല്ല കേട്ടോ, ഇതിൽ വരുന്ന ടയറല്ല, അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡിഫൻഡറിൻ്റെ ടയർ എടുത്തിട്ട് ഇതിലിട്ടതാണ്. അപ്പോൾ ഒരു റിയാലിറ്റി ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പോൾ കുറച്ച് ഓടിക്കലൊക്കെ ഓടിച്ച് ഞാൻ തൊടുപുഴ വരെയൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും കുറച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം വൈബാണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് ഓടിച്ചാണ്. അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല, ഭയങ്കര സ്കെയിൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, FMS മഷീഗൺ 1/10 സ്കെയിലാണ്, 4 വീൽ ഡ്രൈവ് ആണ്, 2 സ്പീഡ് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ സ്പീഡാണ്. പിന്നെ നമ്മൾ ഇതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FJ40 അതിൻ്റെ ESC ഒക്കെ അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ അത് ഓടിച്ചിട്ട് പെട്ടെന്ന് FMSൻ്റെ സ്റ്റോക്ക് ESCയിൽ ഓടിച്ചപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അതായത് പെട്ടെന്നുള്ളൊരു ചാട്ടം, ഭയങ്കര പതിയൊന്നും പോകുന്നില്ല, അപ്പോൾ പെട്ടെന്നുള്ളൊരു ചാട്ടം സംഭവങ്ങളൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ESC നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത് കണ്ടോ, ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോബി വിങ്ങിൻ്റെ 1080 ESC നമ്മൾ ആക്കിയിട്ടുണ്ട്. മോട്ടറൊക്കെ സ്റ്റോക്കാണ്, സെർവോയും സ്റ്റോക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഇത് മാത്രമാണ് നമ്മൾ മാറിയിരിക്കുന്നത്. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിയപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം പതിയെ പോകാൻ തുടങ്ങി. സ്റ്റോക്കിൽ അത്ര ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ചാട്ടം കൂടുതലായിരുന്നു. വണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടും. പതിയെ നമുക്കങ്ങനെ ക്രോൾ ചെയ്ത് പോകാൻ പറ്റില്ല. ഈ വണ്ടികളൊക്കെ പതിയെ അങ്ങനെ ഓടിച്ച് പോകണം, അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ESC മാറിയപ്പോൾ തന്നെ അതിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കുറേ കൂടെ അപ്ഗ്രേഡ്സ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂടായിരിക്കും വണ്ടി. പിന്നെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ ടോപ്പൊക്കെ ഊരിക്കളയാം. നമുക്ക് ഈ ടോപ്പ് ഊരിക്കളഞ്ഞിട്ട് ഓപ്പൺ ജീപ്പായിട്ട് ഓടിക്കാം. കണ്ടോ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ മിറർ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ വെറുതെ ഇതുണ്ടോ, കണ്ണാടി എടുക്കണ്ടോ, റിഫ്ലക്ഷൻ വരെ കാണാം ഇതിനകത്ത്. അതുപോലെ നല്ല ഡീറ്റെയിലാണ്. പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഡോർ ഓപ്പൺ ചെയ്യാൻ നേരം ഈ സീറ്റൊക്കെ റബ്ബർ, ഇതുണ്ടോ ആക്സിലേറ്റർ, ബ്രേക്ക് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട് അതൊക്കെ. അതുപോലെ തന്നെ ഈ സൈഡും നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം, 2 സൈഡും നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഉണ്ടോ, സീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെ ഇതും ഇങ്ങനെ പൊക്കാം. പക്ഷേ ഇതിവിടെ ഈ ടയറുമേൽ തട്ടി നിൽക്കുന്നുണ്ട്. ഈ ടയർ ഊരിയിട്ട് നമ്മൾ പൊക്കുവാണെങ്കിൽ അത് സെറ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു സീറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, കുറേ വീഡിയോസിൽ FMSൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു ഈ FMSൻ്റെ വണ്ടികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു റോൾ കേജ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഉണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ മിററിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ട് ഇവിടെ ഒരു റോൾ കേജ് പോലത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു എന്താ പറയുക, ഒരു ഫ്ലൂവസൻ്റ് ഗ്രീനോ അല്ലെങ്കിൽ ഒരു റെഡോ കളറൊക്കെ നമ്മളത് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മൾ ഈ വണ്ടി പെയിൻറ്റ് ചെയ്യും. ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ട് മടുക്കാൻ നേരത്ത് നമ്മൾ ഈ റെഡ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പെയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുമോ, ഏത് പെയിൻറ്റ് ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യും, നമ്മൾ നോക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റോൾ കേജൊക്കെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ അലോയ്സ് എന്തായാലും മാറുന്നുണ്ട്. അലോയ്സും ടയറും നമ്മൾ എന്തായാലും മാറും. നമ്മൾ ഓൾറെഡി ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ അന്ന് അൺബോക്സ് ചെയ്ത സമയത്ത് ഉണ്ടായ അലോയ്സും ടയറുമാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ പോയി നോക്കിയാൽ മതി. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ മെയിൻ പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ
പിന്നെ ബമ്പർ ഈ ഓഫ് റോഡൊക്കെ ചെയ്യാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഇത് അത്ര എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ടേണിംഗ് ഒന്നും അത്ര സെറ്റപ്പായിട്ട് കിട്ടില്ല. കാരണം ഇവിടെയൊക്കെ തട്ടി നിൽക്കുന്നുണ്ടോ, പാടൊക്കെ കണ്ടോ. നമ്മൾ ഒരു ഓഫ് റോഡ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തട്ടി നിന്ന പാടാണ് ഈ കണ്ടത്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബമ്പർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസ് അത് അടിപൊളിയായിരിക്കും. പക്ഷേ സ്കെയിൽ വൈസ് കാണാൻ ലുക്ക് എപ്പോഴും ആ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഭയങ്കര ഇത്രയും നല്ല ഒരു ബമ്പറാണ് നിൽക്കുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ FMSൻ്റെ നമ്മുടെ FJ40 ആണെന്നുണ്ടെങ്കിലും ഈ മഷീഗൻ്റെ ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നമ്മുടെ സാധാ ഡിഫൻഡറിനെയും മറ്റ് നമ്മുടെ ജീപ്പിനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി ചെറിയ സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും നൈസ് ഒരു കിങ് ഷോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു സൈസിൽ വരുന്ന ഏതെങ്കിലും നല്ല ബ്രാൻഡ് സസ്പെൻഷൻ നമുക്ക് മേടിച്ചിടണം. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സെറ്റാണ്. പക്ഷേ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്താൽ വണ്ടി അടിപൊളിയായിരിക്കും. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഈ ട്രാക്സിൻ്റെ വണ്ടികളെക്കാട്ടും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി FMS. അപ്പോൾ നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കാം. ഇവൻ്റെ സ്പീഡൊക്കെ ഞാൻ കാണിച്ചു തരാം. സ്പീഡൊക്കെ കുറവാണ്. പിന്നെ പെർഫോമൻസ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ റിമോട്ട് ഉണ്ട്. അതെ, റിമോട്ട് എടുക്കാം. സെയിം നമ്മുടെ FJ40 തന്നെ റിമോട്ടാണ് കണ്ടോ. സെയിം സ്പെക്കും സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടോ. നമുക്ക് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. ഒരു റോബോട്ടിൻ്റെ ഒക്കെ ഹെഡൊക്കെ പോലെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് സംഭവം കൊള്ളാം. ബാറ്ററി ഉണ്ടോ ഇതിനകത്ത്? യെസ്, ബാറ്ററി ഉണ്ട് ഗൈസ്. അത് നമുക്കതേ ഇവിടെ ബോണറ്റിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുക. ഇത് 3S ആണ് കേട്ടോ ബാറ്ററി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. കണക്ടറൊക്കെ സൂക്ഷിച്ച് കണക്ടർ ചെയ്യുക. ഓപ്പോസിറ്റ് എങ്ങനെ കൊടുത്താൽ കഴിഞ്ഞാൽ കത്തി അടിച്ച് പോകും. ഇത് ഇങ്ങനെ ബോണറ്റ് പൊക്കിയിട്ട് ഇങ്ങനെ പൊക്കി ഇതിങ്ങനെ വെക്കാനായിട്ട് ഇവിടെ ഒരു കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ വെക്കാം സംഭവം. അതാണ് ഗൈസ്, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടുന്ന് പിന്നൂരി ഇത് പൊക്കി അങ്ങനെയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മടുക്കും. അത് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും അടിപൊളി. ഈ ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത് FMSൻ്റെ ചെറിയ വണ്ടികളിൽ പോലും അങ്ങനെ തന്നെ അവർ വെച്ചിട്ടുണ്ടെന്നാണ് സംഭവം. അതെ, എല്ലാം വർക്കിംഗ് ആണ്. ഇവിടെ പിന്നെ സെപ്പറേറ്റ് ചാനൽ 4 ചാനൽ 3 എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാം. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വെക്കാനുള്ള ബക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് 2 സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു 2 സ്പീഡ് ആക്കാം. അതിനാണ് ഇവിടെ ഓരോ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, കാരണം വേറെ സെറ്റപ്പൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവന്നാണ് തരാം. നിങ്ങളിതിൻ്റെ ഉൾഭാഗം കണ്ടോ, സ്റ്റിയറിങ് തിരിയുന്നുണ്ടോ, വീല് തിരിയുമ്പോൾ സെയിം നമ്മുടെ FJ40 പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണിപ്പോൾ ESCയിലുള്ള പെർഫോമൻസ് വെച്ചിട്ട് ചിലപ്പോൾ മേ ബി കുറച്ച് കൂട്ടാൻ പറ്റുമായിരിക്കും. കാരണം ഇതൊരു മീഡിയത്തിൽ കിടക്കണമെന്ന് തോന്നുന്നു. ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഏതാ സാധനം. ബ്രേക്കിംഗ് കുറച്ചിട്ടേക്കാം. ബ്രേക്കിംഗ് കുറച്ച് കൂട്ടാനുണ്ട് കണ്ടോ. ഡ്രാഗ് ബ്രേക്കാണ്, കുറച്ച് കൂട്ടാനുണ്ട്. നമുക്കിവിടെ നൈസായിട്ട് കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ നടത്താം. അത്യാവശ്യം നല്ല ചെളിയുണ്ട്. ഇതൊരു ഞാനൊക്കെ പണ്ട് കുഞ്ഞിൽ ഓടിക്കളിച്ച പാടത്തിൻ്റെ സൈഡാട്ടോ. ഈ ഒരു കണ്ടീഷനായി. ഇത് കൊള്ളാം കേട്ടോ, ഇത് റോഡ് കൊള്ളാം. നമ്മളൊക്കെ പണ്ട് ജീപ്പിൻ്റെ കുറേ വീഡിയോ ചെയ്തതൊക്കെ ഈ ഒരു സ്ഥലത്തായിരുന്നു, ഈ ഒരു ഓഫ് റോഡ് സ്ഥലത്ത്. ഇവിടെ നല്ല മൂട് സ്ഥലമുണ്ട്. ഇനി നമുക്ക് നല്ല ചെളിയുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. കിടിലൻ ചെളിയുള്ള സ്ഥലത്തോട്ടാണ് ഇറക്കാൻ പോണത് കണ്ടോ. വാവ്, നല്ല അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ഇത്രയും മുങ്ങിയാണ് പോകുന്നത്. വാവ്, നൈസ്.
ഗൈസ് നമ്മൾ വണ്ടി മാക്സിമം ചെളിയിലൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി വാഷൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ FMS മഷീഗൻ്റെ വീഡിയോ. ഒരു രക്ഷയില്ല, കിടിലനായിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ആർസി ആയിട്ടാണ്. ഓക്കെ.